ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഇളയ മോനാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇത് ബിച്ചു അളിയൻ്റെ മോനാണ്. സോ ഇന്ന് ഞങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ മനസ്സിലാവും ഒരു ക്രിസ്മസ് വിഭവമാണ്. റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ഞങ്ങൾ സാന്റാ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. മെരി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തമ്പനയിൽ കണ്ടപ്പോൾ അതിൻ്റെ വിഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, തമ്പനയിലുണ്ട്. ബട്ട് എന്നാലും അത് വിഭവം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ടതും വളരെ സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ്. ടർക്കിയാണ്. കണ്ടാൽ മനസ്സിലാവും എന്താണ്. ഇവിടെ 3 എണ്ണം നിൽപ്പുണ്ട്. ഒരെണ്ണം വളരെ വലുതാണ്, ഒരു 6-7 കിലോ ഭാരം ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഞങ്ങൾ ആകെ 4 പേരേ ഉള്ളൂ, തീരില്ല. സോ ഇതിൽ ചെറുതിലൊരെണ്ണം നമുക്കിന്ന് റോസ്റ്റ് ആക്കി നോക്കാം. ഇത് ശരിക്കും എൻ്റെ റെസിപ്പി അല്ല, എൻ്റെ അമ്മ വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് ടർക്കി ഉണ്ടാക്കാറുണ്ട്, ടർക്കി റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. സോ അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിതിനെ ഇന്ന് റോസ്റ്റ് ആക്കാൻ പോകുന്നത്. നമുക്കറിയാം ക്രിസ്മസ് അടുത്ത് വരുന്ന ഏറ്റവും വലിയൊരു ആഘോഷമാണ് ക്രിസ്മസ്. സോ ക്രിസ്മസ് സമയത്ത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ടർക്കി. സോ എല്ലാവരും വാച്ച് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്. ടർക്കിയെ നമ്മൾ കണ്ടോ തിളച്ച വെള്ളത്തിൽ മുക്കി അതിൻ്റെ തൂവലൊക്കെ കളഞ്ഞ് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. അമ്മ പറഞ്ഞു ഇതിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, എങ്കിൽ ഒരു സുഖമുണ്ട് തോന്നും. അപ്പം പുറത്ത് കൊടുത്താൽ തൊലി മൊത്തം കളഞ്ഞു. ഞാൻ തന്നെ ഇത് കട്ട് ചെയ്തു. ഇത് ഇന്ന് തന്നെ കിച്ചണിൽ സഹായിക്കാൻ ബിച്ചു കൂടെ ഉണ്ട്. ബിച്ചു അളിയൻ്റെ മോനാണ്. കൈകാഞ്ചി ഹായ് പറയണം. ഹായ്, അളിയൻ്റെ മോനാണ്. അവൻ എൻ്റെ ഒരു എന്താ പറയുക, ഈ കുക്കിങ്ങിൻ്റെ ഒക്കെ ഒരു ആരാധകനാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കടുവാടാ ബിച്ചു കഴുകി വൃത്തിയാക്കിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 2.5-3 കിലോ റേഞ്ചിലുണ്ടാവും തോന്നുന്നു. ചെറിയ ടർക്കിയാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇത് എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് പറയാം. നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ടർക്കി റോസ്റ്റ് തയ്യാറാക്കാൻ അമ്മ റെഡിയാണ്. അമ്മയായിരിക്കും ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ടാവും. അമ്മയുടെയാണ് റെസിപ്പി. വിഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ടർക്കി ഞാൻ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. 2.5 കിലോ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2-2.5 കിലോ 3 കിലോ ഉണ്ടാവും എന്ന് പറഞ്ഞു. 2.5 കിലോ ആണ് ടർക്കി ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ കിച്ചൺ ഒന്ന് കാണൂ. മക്കളൊക്കെ കൂടെ ക്രിസ്മസ് പ്രമാണിച്ചത് രണ്ടുപേരും കൂടെ എൻ്റെ കിച്ചൺ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ, റെഡ് ആൻഡ് വൈറ്റ് തീമിൽ സ്റ്റാർ, ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട്. സോ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. കണ്ടോ, ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ റെഡ് ആൻഡ് വൈറ്റ് തീമാണ്. സോ നമുക്ക് നമ്മുടെ വിഭവത്തിലേക്ക് കടക്കാം. 2.5 കിലോ ആണ് ടർക്കി ഉള്ളത്. അതിൽ ഒരു 1/2 കിലോ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. 1/2 കിലോ തന്നെ വലിയ ഉള്ളി അല്ലെങ്കിൽ സവാള വെച്ചിട്ടുണ്ട്. ഇതൊരു 4 ടൊമാറ്റോ, 4 തക്കാളി വെച്ചിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെച്ചിട്ടുണ്ട്. 6 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ മുളക് വെച്ചിട്ടുണ്ട്, മുളക് പൊടി വെച്ചിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പൗഡർ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാൻ കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട്, കടുക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഉപ്പുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. ടേബിൾ സ്പൂൺ ടീസ്പൂൺ കൺഫ്യൂഷൻ വേണ്ട. ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 5 ml ആണ്, ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ml ആണ്. സോ ഇത്രയുമാണ് ഇതിനാവശ്യമായ വിഭവങ്ങൾ. നമുക്ക് നമ്മുടെ ടർക്കി റോസ്റ്റിലേക്ക് കടക്കാം. അമ്മ റെഡിയാവുന്നുണ്ട്. ആദ്യം നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ ഇത് അടുപ്പത്തിൽ വെച്ച് ചൂടായിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കണം. അതായത് 60 ml വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണ്. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ്. എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റും എല്ലാവരുമായിട്ടാണ് ടേസ്റ്റിംഗ് സെഷൻ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാവരും മിസ്സാവാതെ കാണാൻ നോക്കുക. അപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക.
കറിവേപ്പില ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. 5 ടേബിൾ സ്പൂണ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അമ്മ ഇളക്കാണ്. സോ ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ഈ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടാതെ നമ്മൾ 1/2 കിലോ ചെറിയ ഉള്ളിയും 1/2 കിലോ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമായി വരുന്നവരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞു എപ്പോഴും ഈ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ ഉള്ളി ഒന്ന് വാടിക്കിട്ടുമെന്ന്. നമ്മൾ സോൾട്ടും കൂടെ ആഡ് ചെയ്തു ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമായി വന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും കാണാം. സോ സവാള ഉള്ളി നന്നായിട്ട് ബ്രൗൺ നിറത്തിലോട്ട് മാറിയിട്ടുണ്ട്, ഇളം ബ്രൗൺ നിറത്തിലോട്ട്. ഈ സമയത്ത് ടൊമാറ്റോ ഒരു 4 ടൊമാറ്റോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ നന്നായിട്ടൊന്ന് അതുമായിട്ട് വെന്ത് ചേരണം. ആ സമയം ഞാൻ ഈ അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല, അതായത് ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒത്തിരി ചൂടാവേണ്ട, ഒരു പച്ചമണം മാറുന്നവരെ. പിന്നെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം ചൂടാവേണ്ട, ഒത്തിരി മൂക്കണ്ടെന്ന് അമ്മ പറയുന്നത്. സോ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ട് എന്ത് ചെയ്യണം? അത് ഈ മസാല നമ്മളിത് മസാല ചെറുതായിട്ട് മൂപ്പിച്ചിട്ട്, നന്നായിട്ട് മൂപ്പിക്കേണ്ട, നിറം മാറാൻ പാടില്ല കേട്ടോ. ഈ മൂപ്പിച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാണ്ട് നമ്മൾ ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്നും കൂടെ ഈ മസാല നന്നായിട്ട് മിക്സായി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടർക്കി ഇട്ട് കൊടുക്കാം, ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഇത് നമ്മളിപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ടർക്കി ഇതിനകത്ത് തന്നെ കുറേ അധികം വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ടിത് വെന്തോളും. പക്ഷെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഇത് നമ്മൾ സാധാരണ ബ്രോയിലർ ചിക്കൻ പോലെ പെട്ടെന്ന് വേവില്ല, അതുകൊണ്ട് ചുരുങ്ങിയതൊരു 3/4 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരുന്ന് വേവണം. ഇത് ഒരു 45 മിനിറ്റ്സ് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നോക്കണം, അടി പിടിക്കാതെ നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെക്കാം. സോ നമ്മൾ ടർക്കി ഇപ്പോൾ 1/2 മണിക്കൂറോളം വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ കണ്ടീഷൻ എന്ന്. അടിപൊളി, വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി തന്നേമ്മ. വെന്ത് നിൽപ്പുണ്ട്, നന്നായിട്ട് വെന്തിട്ടില്ല. ഇനി ഒരു 15 മിനിറ്റ് വേവാനുണ്ട്. ഈ സമയം നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവി എടുത്തിട്ട് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. എരിവും ബാക്കി മസാലയൊക്കെ കറക്റ്റാണ്. നോക്കിയാൽ ഉപ്പ്
1 സ്പൂൺ ഇത്ര മതിയാവോ? ഇവിടെ സോപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ് ഞാൻ. ഒരു 15 മിനിറ്റും കൂടെ വേവട്ടെ. ടർക്കി ഇപ്പോൾ 3/4 മണിക്കൂർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടണമെന്ന് അമ്മ പറഞ്ഞു. നമ്മൾ കറിവേപ്പില ഇട്ടെടുത്ത്. കറിവേപ്പില എൻ്റെയും വീക്ക്നെസ്സാണ്, അമ്മയും അതെ കറിവേപ്പിലയുടെ ആളാണ്. സോ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോ നമ്മുടെ ടർക്കി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറേ സമയം ഇങ്ങനെ അടപ്പം മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുക, വെള്ളമെല്ലാം പോകുന്നവരെ. ഇനി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഈ റോസ്റ്റ് റെഡിയായി. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ടർക്കി റോസ്റ്റ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ടേസ്റ്റി ആണെന്ന്. സോ ഇത് നമ്മളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സെഷനിലേക്ക് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, ഞങ്ങളുടെ നെയ്ബറാണ്, വിത്ത് ഫാമിലി വരുന്നുണ്ട്. ഇന്ന് അവരെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യിക്കുക. ഇന്ന് ടർക്കി റോസ്റ്റ് മാത്രമല്ല, ഞങ്ങൾ എന്താ പറയുക ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടാണ്ട് അപ്പവും പൊറോട്ടയൊക്കെ ഉണ്ട്. സോ എല്ലാ വിഭവങ്ങളുമായിട്ട് നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. ഞങ്ങളുടെ നെയ്ബറാണ്. ഇത് കലച്ചേച്ചിയാണ്, കലച്ചേച്ചിയുടെ മോൻ രഞ്ജു. ഇത് ഭാര്യ, ഇത് അവരുടെ ഇതെന്റെ ഭാര്യ. നിങ്ങൾ ആരും ഇതുവരെ കാണാത്ത ആളാണ്. എന്റെ ഭാര്യയാണ്. അമ്മയെ നേരത്തെ കണ്ടു. ഇത് ഞങ്ങളുടെ ബിച്ചു നേരത്തെ പരിചയപ്പെടുത്തി. ഇതെന്റെ ഇളയമോൻ. ഇനി മൂത്ത മോനെ കാണണമെങ്കിൽ ഇത് അവിടെ മിററിലേക്ക് നോക്കിയാൽ മതി. ക്യാമറ വെച്ച് കാണാൻ പറ്റും. അല്ല വേറെ ആരും കാണിക്കാൻ വേണ്ടി കണ്ടല്ലോ. ഇത്രയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മെയിനായിട്ട് ഞങ്ങളുടെ ടർക്കി റോസ്റ്റ് ആണ്. പിന്നെ പൊറോട്ട ഉണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം എല്ലാവർക്കും ഞാൻ പൊറോട്ടയും ടർക്കി റോസ്റ്റും കൊടുത്തിരിക്കുന്നത്. കഴിച്ചു തുടങ്ങി എല്ലാവരും. എങ്ങനെയുണ്ടെന്ന് പറയൂ, അഭിപ്രായം പറയൂ. ബിച്ചു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം, കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടമായി. ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്റെ ടേസ്റ്റ് ആയിരുന്നു. അടുത്ത വേണ്ടി ഇടയ്ക്കിടെ കൊടുക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ തിരിച്ച് തിരിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ വളരെ പ്രതീക്ഷയോടെ വീഡിയോ കാത്തിരിക്കണം പറഞ്ഞു. അപ്പൊ ഇതാണ് ഇന്നത്തെ വിഭവം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനിപ്പോ ഒന്നുകൂടെ പറയട്ടെ, എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ